ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അങ്ങനെ 11 ആഴ്ചയിലെ വോട്ടിംഗ് ഇതൊക്കെ വലിയ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 6 പേരടങ്ങുന്ന ഈ ഒരാഴ്ച നോമിനേഷനിൽ നിന്നും ആരൊക്കെയാണ് പുറത്താകാൻ സാധ്യതയുള്ളതെന്നും ആരൊക്കെ വോട്ടിങ്ങിൽ വമ്പൻ അട്ടിമറികൾ നടത്തി ഈ ഒരു മണിക്കൂറിൽ മുന്നിട്ട് നിൽക്കുന്നതെന്നൊക്കെ നമുക്ക് ചൊവ്വാഴ്ച രാത്രിയിൽ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ വോട്ടിംഗ് റിസൾട്ടുകൾ അതിവേഗത്തിൽ നിന്ന് പരിശോധിക്കാം. ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ അറിയാനും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ചൊവ്വാഴ്ച ദിവസം വോട്ടിംഗ് അവസാനിക്കുമ്പോൾ 1ാം സ്ഥാനത്ത് ഷാനവാസിക്ക് തന്നെ മുന്നിട്ട് നിൽക്കുകയാണ്. റെക്കോർഡ് വോട്ടുമായിട്ട് ഷാനവാസിക്ക് തന്നെ അട്ടിമറിക്കാൻ ആർക്കും സാധിക്കാതെ വരുമ്പോൾ 2ാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് നൂറാണ് മുന്നേറ്റം തന്നെയാണ്. നൂറ് നല്ല രീതിയിൽ വോട്ടുകൾ നോക്കാൻ ഈ ആഴ്ച നൂറയ്ക്ക് സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് മികച്ച ഗെയിമർ ഒന്നുമല്ല നൂറെങ്കിലും വോട്ടുകൾ സ്വന്തമാക്കുന്നുണ്ട്. 3ാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്ന അക്ബറാണ്. ആര്യനെ അക്ബർ അട്ടിമറിച്ചുകൊണ്ട് അക്ബർ 3ാം സ്ഥാനത്തോട്ട് വരുമ്പോൾ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുകയാണ്. ആര്യന് വോട്ടിംഗ് തകർച്ചകളൊക്കെ തന്നെയുണ്ട്. ആര്യന് ഒരുപക്ഷെ വരുമണിക്ക് ഇനി മുന്നേറാനുള്ള സാധ്യതകൾ കാണുമ്പോൾ 5ാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്ന നെവിനാണ്. നെവിൻ ലക്ഷ്മിയെ പോലും അട്ടിമറിച്ചുകൊണ്ട് 5ാം സ്ഥാനത്തോട്ട് എത്തുമ്പോൾ ഏറ്റവും ഡേഞ്ചറസ് തോന്നിട്ടുള്ള 6ാം സ്ഥാനത്ത് കാണാൻ സാധിക്കാൻ ലക്ഷ്മിനെയാണ് കേട്ടോ. ലക്ഷ്മിയുടെ വോട്ടിങ്ങൊക്കെ വമ്പൻ ഇടിവ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതേസമയം മികച്ച ഒരു ഗെയിമർ തന്നെയാണ് ലക്ഷ്മി. ഒരുപക്ഷെ വരുമണിക്കൂർ മികച്ച ഗെയിം പുറത്തെടുത്ത് പ്രേക്ഷക സപ്പോർട്ടോടുകൂടി തന്നെ ലക്ഷ്മി തിരിച്ചു വരും നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരിക്കുക. ഇനിയുള്ള മണിക്കൂറുകളാണ് നിർണായകമായിട്ട് മാറുന്നത്. അപ്പോൾ നിർണായകമായിട്ട് മാറുന്ന വരുമണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.